നമസ്കാരം. വിരാടൻ രുചിക്കളത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഭവം പിടിയും കോഴിക്കറിയുമാണ്. ഞാൻ വിനോദാണ്, കൂടെ പങ്കാളി രാധികെ. ഇടിയപ്പത്തിന് എടുക്കുന്ന അരിപ്പൊടി 2 കപ്പ്, ചിരകിയ തേങ്ങ 1.5 കപ്പ്, ജീരകം 1 ടീസ്പൂൺ. ആദ്യം അരിപ്പൊടിയും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് വെക്കുക. ഇതിൽ 1 കപ്പ് തേങ്ങ എടുത്ത് മിക്സ് ചെയ്താൽ മതി. ബാക്കി 1/2 കപ്പ് നമുക്ക് പിന്നെ ഉപയോഗിക്കാനുള്ളതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യണ്ടേ? നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. എത്ര നേരം വെച്ചേക്കണത്? ഇനി നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കാൻ പോവാണ്. ഇതിൽ കുഴക്കാനായിട്ടുള്ള വെള്ളം വെള്ളം തയ്യാറാക്കാൻ പോവാണ്. 4 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതായത് 2 കപ്പ് മാവിന് 4 കപ്പ് വെള്ളം. അപ്പൊ ഇതില് എല്ലാം നമ്മൾ ഉപയോഗിക്കില്ല, മുഴുവൻ വെള്ളം ഉപയോഗിക്കില്ല കുഴക്കാനായിട്ട്. അത് ഞാൻ പിന്നെ പറയാം. വെള്ളം നന്നായിട്ട് തിളയ്ക്കുവാണ്. ഈ സമയത്ത് ജീരകം അത് ഞാൻ ചതച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. അത് ചതച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. അത് ഈ സമയം ആഡ് ചെയ്യാം. തിളച്ച ശേഷം ആഡ് ചെയ്താൽ മതി. ഒപ്പം നമുക്ക് ഉപ്പ്, ഇതൊരു 1 ടീസ്പൂൺ ഉപ്പാണ്. ഉപ്പ് നോക്കിയിടുക, കാരണം വീണ്ടും നമുക്കിത് ഇടേണ്ടതുണ്ട് ഉപ്പ്. അപ്പൊ നോക്കിയിടുക. പിടി കുഴയ്ക്കാനുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. 2 മിനിറ്റ് ആയി. ഇനി പിടി കുഴയ്ക്കാൻ പോവാം. നമ്മള് ഒന്നിച്ചെടുത്ത് ഒഴിക്കരുത്, നോക്കി ഒഴിക്കുക. ഇവിടെ ആ തിളച്ച ചൂടോടെ തന്നെ ഒഴിക്കണം. ഓക്കെ, ഇപ്പൊ 1 കപ്പ് ഞാൻ ഒഴിച്ചു. ശ്രദ്ധിച്ചൊഴിക്കുക. കൂടിപ്പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം നമ്മളൊരു കൊഴുക്കട്ടയ്ക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ വേണം ഇതിന്റെ ആ ഒരു കൺസിസ്റ്റൻസി. ഇത്തിരി അങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ ശരിയാവാതെ വരും. അപ്പൊ നോക്കി കുഴയ്ക്കുക. പിടിയേ എടുക്കുമ്പോ കൈ കൊള്ളൂലേ? അത് കുറച്ച് ആറിയിട്ടാണ് നമ്മൾ പിടിക്കുക. നമുക്ക് കയ്യിൽ പറ്റുന്ന ചൂട് താങ്ങാൻ പറ്റുന്ന ഇതിലാണ്. കൊഴുക്കട്ടയ്ക്കൊക്കെ പറയുകയാണെങ്കിൽ ശരിക്കും കൊഴുക്കട്ടയ്ക്ക് കുഴയ്ക്കുന്ന ഒരു അളവ്, ആ പരുവം ആണ്. അപ്പൊ നമ്മൾ 4 കപ്പ് വെള്ളമാണ് ഇപ്പൊ തിളപ്പിച്ചത്. അത് മുഴുവനായിട്ട് ഒഴിക്കരുത്. അതാണ്ട് ആയിട്ടുണ്ട്. ഇനി ഈ പരുവത്തിൽ മതി. ഈ പരുവത്തിൽ എന്ന് വെച്ചാൽ അത് കുറച്ചുകൂടെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ നന്നായിട്ടൊന്ന് തേച്ച് കുഴക്കണം. ഈ ഏതാണ്ട് പകുതി കൂടുതൽ കണ്ടില്ലേ, നമ്മളിങ്ങനെ നന്നായി തേച്ച് കുഴക്കണം. ഷേപ്പിന് വരും. ഇതാണ് ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ നമുക്ക് ഇത്രയും വെള്ളം വെച്ചോണ്ട് ഇത് നമുക്ക് ഇനി പിടി വേവിക്കുന്ന സമയത്ത് ഈ വെള്ളം വേണം. അപ്പൊ ആ ഫ്ലേവർ കിട്ടും. കാരണം മുഴുവനും ഒഴിക്കാണ്ടാന്ന് പറഞ്ഞു. നമുക്ക് കൈക്ക് പറ്റുമെങ്കിൽ നമ്മൾ കൈ ഉപയോഗിച്ച് ചെയ്യാം. എന്നാലും ഞാൻ എന്റെ കൈ പറ്റുന്ന രീതിക്ക് കുഴക്കുവാണ്. എണ്ണ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കൈ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നന്നായിട്ട് കുറച്ചു നേരം അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മളത് കുറച്ചു നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ആവും. എണ്ണ കൈ തൂത്തിട്ട് പിടി പിടിക്കുവാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുക. ഒന്നിങ്ങനെ ഒന്ന് പിടിക്കും. ഇപ്പൊ നമ്മൾ അവരവർക്ക് ഇഷ്ടമുള്ള വലിപ്പത്തില് ഇപ്പൊ കൈ കണ്ടത് എന്റെ കയ്യിൽ ഒട്ടിയെ പിടിക്കും. ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അത് ഈസിയാണ്, അത് ചെയ്യാം. ആദ്യം 1-2 ഷേപ്പൊക്കെ ഇച്ചിരി കുറയും, സാരില്ല, ചെയ്താണല്ലോ. ഞാനും പിടിക്കാം. ഓക്കെ, കൂടെ പിടിക്കാം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇത് ഉരുട്ടി തീർത്തിട്ട് കാണിക്കാം. ഓക്കെ, എന്റെ ഒരു കൈ സഹായം കൂടെ. എന്റെ ഷേപ്പ് എങ്ങനെയാവുന്നു കണ്ടറിയണം. പണ്ടേ അമ്മയുടെ കൂടെ ഇങ്ങനെ, അമ്മയുടെയും ചേച്ചിയുടെ കൂടെ ഇങ്ങനെ നമ്മള് ഉരുട്ടുമായിരുന്നു. വെളിച്ചെണ്ണ ഒട്ടാതിരിക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ മതി. ഷേപ്പൊക്കെ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഉണ്ടാക്കുന്ന വലിപ്പം ഇച്ചിരി കൂടി പോയാ കുഴപ്പമില്ല. ഇച്ചിരി ചെറുതാക്കി ഉണ്ടാക്കാം. എല്ലാം ഒരേ വലിപ്പത്തിൽ ഇരുന്നാലും വേഗം എളുപ്പമുണ്ടാകും അതെ. കയ്യിലൊട്ടാതെ ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ലാസ്റ്റ് കൊടുക്കട്ടെ ആയിരിക്കും. ഓക്കെ, ഇത് നോക്ക്. ഇത്രയും നേരം കുഴിച്ചതാണ്. എണ്ണ പിടിച്ചിട്ടില്ല അല്ലേ? ഓ, പാത്രം കാരി.
ഇത് നോക്ക്, ഒരു ശകലം അവിടെ പിടിച്ചു എന്നല്ലാതെ വെളിച്ചെണ്ണ തേക്കുന്ന കാര്യം മറക്കണ്ട. നന്നായിട്ട് ഇതുപോലെ കുഴച്ചു. ഇത് എത്ര എണ്ണം ഏതാണ്ട് ഒരു 60-65 എണ്ണം ഉണ്ട്. ഈ വലിപ്പത്തിൽ കുഴച്ച ഒരു 65 എണ്ണം കിട്ടും. ഇനി നമുക്കിത് 4 പേർക്ക് ധാരാളം. ഇനി നമുക്കിത് വേവിക്കണം. അതാണ് ഇനി അടുത്ത പടി. ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പി വെക്കുക. കഴിയുമെങ്കിൽ ഉരുളി തന്നെയാണ് നല്ലത്. അതല്ലെങ്കിൽ പിന്നെ വിസ്താരമുള്ള ഒരു പാത്രം വെച്ചാലും മതി. ഇനി നമ്മൾ മിച്ചം വെച്ചിരുന്ന നേരത്തെ നമ്മൾ 4 കപ്പ് വെള്ളം എടുത്തായിരുന്നു, ജീരകം. അതെ, അതിന്റെ 2 കപ്പ് നമ്മൾ കുഴയ്ക്കാനെടുത്തു. ഇനി ബാക്കിയുള്ള 2 കപ്പ് ഇപ്പൊ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് മുഴുവൻ വേണ്ടത് 6 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പൊ 4 കപ്പ് ഇപ്പൊ ഒഴിച്ചു. ആദ്യത്തെ 2 കപ്പും മുഴുവനായിട്ട് ഒഴിച്ചു. ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഉപ്പ് മതി, കാരണം നേരത്തെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് 1/4 കപ്പ് ഉപ്പാണ് ഇട്ടത്. ഇനി ഇത് തിളയ്ക്കാൻ വേണ്ടി അടച്ചു വെക്കാം. നല്ല വെട്ടി തിളക്കണം. ഞങ്ങളുടെ പാചക പ്രകടനം കണ്ട് നോക്കിയിരിക്കുന്ന 3 പേര്. ഇനി വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്തു വെക്കാനുണ്ട്. നേരത്തെ നമ്മൾ തിരുവി വെച്ച തേങ്ങയിൽ 1 കപ്പ് നമ്മൾ നേരത്തെ ഉപയോഗിച്ചു. അതിൽ മിച്ചം വെച്ചിരുന്ന 1/2 കപ്പ്. ആ 1/2 കപ്പ് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. പിന്നെ തേങ്ങാപ്പാൽ പിഴിയേണ്ട. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി തിരുമുക. വെച്ചാൽ പാല് പിഴിഞ്ഞു വരുന്ന മാത്രം, പിഴിഞ്ഞായിട്ട് എടുക്കണം. അതായത് നനവ് വരുന്ന രീതി കുഴഞ്ഞിരിക്കണം. ഇത് എന്തിനാന്ന് പറഞ്ഞാല് നമ്മുടെ ഇത് പിടിയിലേക്ക് ചേർത്ത് കഴിയുമ്പോഴാണ് പിടി നല്ല കുഴമ്പ് പോലെ വരുന്നത്. പിടിയുടെ ഗ്രേവി. പിടിയുടെ ഗ്രേവി. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അത് ഇപ്പൊ നമ്മൾ റെഡിയാക്കി വെച്ചാൽ നമ്മൾ തിളയ്ക്കുന്ന സമയം ആകുമ്പോഴേക്കും നമുക്ക് ഇടാൻ പറ്റും. ഓക്കെ, ഇനി വെള്ളം തിളച്ചോ നോക്കാം നമുക്ക്. ശരി. നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കണേ. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പിടിച്ചു വെച്ചിരിക്കുന്ന പിടി ഓരോന്നായിട്ട് കൊഴുക്കട്ടയെന്നും പറയല്ലേ. പിടി കൈകൊണ്ട് പിടിക്കുന്നതിനായിരിക്കും പിടിയെന്ന് പറയാ. ഈ മധ്യ കേരളത്തിലാണെന്ന് തോന്നുന്നു പിടിക്കാരാണോന്ന് അറിയില്ല. ചിലടത്തൊക്കെ കൊഴുക്കട്ടാന്നാണ് പറയുന്നത്. പിടിക്കോ? അത് ശരി. നമ്മള് ഇട്ട് കൊടുക്കുക. വെള്ളം തിളച്ച ശേഷം മാത്രമേ ഇടാവുള്ളൂ. ഇത്രേ ഉള്ളൂ. ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കണം. അല്ല, എല്ലാം ഇട്ടോ. ഞാനത് കട്ട കുത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. എല്ലാം ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ഇനി അങ്ങ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഒന്നും ചെയ്യണ്ട. ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ അതൊക്കെ തിള വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്പാറ്റിൽ ഏതിനേലും അടിഭാഗം വെച്ച് മേൽഭാഗം വെച്ച് ഇളക്കരുത്, പൊടിഞ്ഞു. എന്നിട്ട് പതുക്കെ ഇങ്ങനെ നമ്മൾ ആ വെളിച്ചെണ്ണ ഒരു തുള്ളി ഒഴിച്ചു. ഏതെങ്കിലും ഒരു തവിയുടെ അടിഭാഗം ഉപയോഗിച്ചാൽ മതി. ചട്ടുവിട്ട് ചിലപ്പോ കുഴയാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നല്ല ആ ഷേപ്പ് എല്ലാം അതുപോലെ തന്നെയുണ്ട്. ഒന്നിങ്ങനെ ഒന്ന് വെക്കുക. അത് തിളച്ചു കഴിഞ്ഞ ശേഷം മാത്രം, ആദ്യം തൊടാൻ പാടില്ല. ഇനി നമ്മള് കുറച്ച് വേകാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ തീ നമ്മൾ ഏതാണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏതാണ്ട് ഒരു 10 മിനിറ്റോളം ഇത് വേവിക്കാം, വേവാൻ വെക്കുക. അതിനുശേഷമാണ് എടുത്തു വെച്ചിരിക്കുന്ന ഈ തേങ്ങാമ തിരുമി വെച്ചിരിക്കുന്നില്ലേ ആ പൊടിയും കൂടെ ചേർക്കേണ്ട. അപ്പൊ ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. മൂടി വെക്കണ്ട. ഇടയ്ക്ക് നീ അടി പിടിക്കുന്നുണ്ടെന്ന് തോന്നി. ഇതിപ്പോ ഒന്നും പിടിച്ചിട്ടില്ല, വളരെ നന്നായിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഇതിന് അതിന്റെ ആവശ്യമില്ല, നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. മൂടി വെച്ചാൽ ഇത് ചിലപ്പോ തിളച്ചെല്ലാം കൂടെ പുറത്ത് ചാടാൻ സാധ്യതയുണ്ട്. അപ്പൊ മൂടി വെക്കണം. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇപ്പൊ 10 മിനിറ്റ് ഏതാണ്ട് കുറിയിട്ട് അല്ലെ, ഇത് ഇടുമ്പോഴാണ് അത് നന്നായിട്ട് കുറി വരിക. ഇപ്പൊ ഏതാണ്ട് വെന്തിട്ടുണ്ട്. ഇനി ഞരടിയ തേങ്ങയും അരിപ്പൊടിയും അരപ്പൊടി കൂട്ടി ഞരടിയ തേങ്ങ ഇട്ട് വീട്ടിൽ അമ്മയൊക്കെ ചെയ്തോണ്ടിരുന്ന അങ്ങനെ ഇടാം. ഇപ്പോഴും ഇനി ഒരു 5 മിനിറ്റ് വറ്റ. അപ്പൊ ഇത് ഇനിയാണ് ആ കുറുകി വരുന്നത്. ഈ അരിപ്പൊടി ഇടുമ്പോഴാണ്
നല്ലൊരു കുറുകി. ഇനി ചില ആൾക്കാർ ഇപ്പം ഒരു 2 ജീരകം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന കാണാം. വേണമെന്നുണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ ഇത് ധാരാളം. ചില അത് കാണാനേ വേണ്ടി ജീരകമായിട്ട് കിടക്കുന്നത്. ഈ സമയത്ത് ശ്രദ്ധിക്കണം, ഇത് പുറത്തേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വേണ്ട, ഫ്ലെയിം നല്ല ഫ്ലെയിം വേണം ഇതിന്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ആ ഞരടിയ തേങ്ങായും അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക, അടുക്കി പിടിക്കാതെ. അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഫുൾ ഫ്ലെയിമിലാണല്ലോ കിടക്കുന്നത്. പിന്നെ ഈ ഉരുളി ആണ് ഇത് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. അടുക്കി പിടിക്കാനുള്ള സാധ്യത വളരെ കുറയും. എന്നാലും പിടി ചെയ്യുമ്പോൾ നമ്മൾ ഇട്ടെടുത്ത് പോകരുത്, ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഞാൻ ഏതാണ്ട് നമ്മുടെ പിടി നന്നായിട്ട് നല്ല ഷേപ്പിൽ കിടക്കുവാണ്, പൊട്ടിയിട്ടൊന്നുമില്ല. ഓക്കെ, ഒരു 5 മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ച് അകന്ന് നിന്ന് ചെയ്യുക. കാരണം ബബിൾസ് വന്ന് ദേഹത്ത് തെറിക്കാൻ സാധ്യതയുണ്ട്. ഈ തേങ്ങായും അരിപ്പൊടിയും കൂടി ഇട്ട ശേഷം, അതിന് മുമ്പല്ല. പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കുറച്ച് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പൊ ഏതാണ്ട് 5 മിനിറ്റ് ആയിരിക്കുകയാണ്. ഏതാണ്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. പിടി റെഡി ആയിട്ടുണ്ട്. അതിലൊരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിയുമ്പോൾ നല്ല കുറുകി വരും. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇത് കണ്ടോ, ഏതാണ്ട് നല്ല രൂപത്തിലായിട്ടുണ്ട്. ഇപ്പൊ നമുക്കിത് അടച്ചു വെക്കാം. നമ്മുടെ പിടി ഓക്കെ. അപ്പൊ ഇനി ഇത് ഓഫ് ചെയ്യും. നമ്മൾ ഓഫ് ചെയ്യാൻ പോവാണ്. പിടി നല്ലപോലെ കുഴഞ്ഞ് നല്ല കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5-6 മിനിറ്റ് തണുക്കാൻ വെക്കും. ജീരകം തേങ്ങായും ഉണ്ടല്ലോ. ഓക്കെ, പിടിക്ക് വേണ്ടിയിട്ടുള്ള കോഴിക്കറി തയ്യാറാക്കാൻ പോവാ കേട്ടോ. അപ്പൊ ഇത് ഒരു 1/2 കിലോയ്ക്ക് അടുത്ത് ചിക്കൻ ഉണ്ട്, 2 സവോളയുണ്ട്, വറ്റൽമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, ലേശം വെളുത്തുള്ളിയുണ്ട്, 3 പച്ചമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്, പിന്നെ കടുക്, കാശ്മീരി മുളക്, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ അളവ് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം കട്ടി ഉള്ള ഒരു പാത്രം എടുക്കുക. അടിഭാഗത്തിന് കട്ടിയുള്ള പാത്രം എടുക്കുക. ഞങ്ങളിവിടെ എടുത്തേക്കുന്ന ഉരുളിയാണ്. അതിനകത്ത് ഈ കടുക് ഇട്ടു, അരിഞ്ഞു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ടു, അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ടു, വെളുത്തുള്ളി കഷ്ണങ്ങളിട്ടു, കൂട്ടത്തില് ചെറുതായി അരിഞ്ഞ ഇഞ്ചി കഷ്ണങ്ങളിട്ടു. ഒന്ന് മൂക്കാൻ അനുവദിക്കുക. കറിവേപ്പില ഇട്ടു. ഒന്ന് വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂക്കാൻ അനുവദിക്കുക. പിന്നീട് നമ്മൾ അടുത്ത സാധനം ഇടുകയാണ്. അടുത്ത ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നത്, 2 സവോളയുടെ അരിഞ്ഞു വെച്ച സവോള ഇട്ടു. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വാടുന്ന വരെ, അതായത് ഒരു ഗോൾഡൻ കളർ വരുന്നത് വരെ നമ്മൾ, അല്ലെങ്കിൽ ഉള്ളി ഒരു ചെറിയ ബ്രൗൺ കളർ ആകുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്തിരി ഫ്ലെയിം കുറച്ച് വെച്ചേക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇത്തിരി കൂട്ടി വേണമെങ്കിൽ വെക്കാം. മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ച മണമൊക്കെ പോട്ടെ. 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ, 2.5 സ്പൂൺ ഇരുന്നോളൂ. 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 സ്പൂൺ മുളക് പൊടി. ഇത്രയും ചേർത്ത് നമുക്കൊന്ന് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കട്ടെ.
നന്നായിട്ടൊന്ന് ഒന്നുകൂടെ തിളച്ചോട്ടെ കേട്ടോ. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ തിളച്ചോണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇതിനകത്ത് ചിക്കൻ മസാല ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ചിക്കൻ മസാല ഉപയോഗിക്കാതെയാണ് അതായത് ചെയ്യുന്നത്. ഗരം മസാലയാണ് നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗരം മസാല നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് സാധനം ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ. 4 പച്ചമുളക് നമ്മൾ അരിഞ്ഞ് വെച്ചാൽ 3 പച്ചമുളക്. 3 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. ഇരിക്കട്ടെ. ഇച്ചിരി എരിയുള്ളതാണ് ചിക്കൻ്റെ കറിക്ക് ടേസ്റ്റ്, എല്ലാവർക്കും അറിയാലോ. അത് തന്നെയല്ല, പിടിക്കായതുകൊണ്ട് ലേശം ഗ്രേവിയും കൂടെ ഉള്ളതാണ് നല്ലത്. അതുകൊണ്ടാണ് നമ്മൾ അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തത്. കുറച്ചു നേരം നമുക്ക് അടച്ചു വെക്കാം. ഓക്കെ, അവിടെ നിന്ന് ശരിയാകട്ടെ. ഇനി നമുക്ക് പതിയെ തുറന്നു നോക്കാം. തെളിഞ്ഞ് നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം വെന്തിട്ടുമുണ്ട്. കണ്ടിട്ട് തന്നെയാണ് തോന്നുന്നത്. നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് അരിഞ്ഞ തേങ്ങാക്കൊത്തൂറ് ഇട്ട് കൊടുക്കാം. ഒരു നാടൻ ടേസ്റ്റിന് നല്ലതാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്കുണ്ടല്ലോ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ നാടൻ ടേസ്റ്റൊക്കെ കിട്ടാൻ വളരെ നല്ലതാണ്. ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടോ. ഇനി ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഫൈനലായിട്ട് നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ പിടിയും കോഴിക്കറിക്കുള്ള കോഴിക്കറി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു 2 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് തിളച്ചോട്ടെ. ഇനി നമുക്കത് 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. അപ്പം മസാലയുടെ സ്മെല്ലും എല്ലാം കൂടെ ഇതിലേക്കൊന്ന് പിടിക്കും. നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല ആവി പറക്കണം. സുന്ദരൻ ചിക്കൻ കറി തയ്യാർ. ഇനി നമുക്ക് പിടിയോടൊപ്പം കഴിക്കാം. ഈ കറി പുട്ടിനും ബെസ്റ്റാണ് കേട്ടോ. പുട്ടിനും അപ്പത്തിനും ഒക്കെ വളരെ ബെസ്റ്റാണ് ഈ കറി. നമ്മള് പിടി റെഡി ആയിട്ടുണ്ട്. വിളമ്പല്ലേ? വിളമ്പ്. ഒഴി. അങ്ങനെ ഞാനും പങ്കാളിയും കൂടെ ഉണ്ടാക്കിയ പിടിയും കോഴിക്കറി റെഡിയാണ്. നിങ്ങൾ ഈ വിഭവം ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി വെക്കുക. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഞങ്ങൾ 4 പേർക്ക് വേണ്ടിയിട്ടുള്ള വിഭവങ്ങളാണ്. അതുകൊണ്ട് ചെറിയ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ കമന്റ്സ് തീർച്ചയായും രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായിട്ട് വരുന്നവരെ, അടുത്ത വിഭവമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.